അങ്ങനെ ഈ വർഷത്തെ ഓണവും കഴിഞ്ഞു. എന്തായാലും സംഗതി അടിപൊളിയായിരുന്നു. ഞാനൊക്കെ എത്ര പായസം കുടിച്ചെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഞാനൊക്കെ പായസം കുടിച്ച് മറ്റേ ഒരേ ഉറക്കം തന്നെ. നീ എന്തായാലും ടിക്കറ്റ് കൺഫേം ആണോ എന്ന് നോക്കിയേ. പക്ഷെ അവള് വന്നില്ലല്ലോ. അവള് വരും, നീ നോക്കിയേ. അവള് വരുമ്പോ നമുക്ക് പോവാലോ. ടിക്കറ്റ് ഒക്കെ കൺഫേം തന്നെ. എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യാം, അവള് വരട്ടെ. ശരിപ്പാ. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. നമുക്കിങ്ങനെ ലുലുലും പോയി സിനിമയൊക്കെ കണ്ടിങ്ങനെ നടന്നാ മതിയോ? നമുക്കൊരു ട്രിപ്പൊക്കെ പോകണ്ടേ? അതിന് 5 പൈസ ഇല്ല, പിന്നെ എന്ത് ട്രിപ്പ്? പിന്നെ കാശൊക്കെ നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ ഉണ്ടാക്കാൻ പറ്റും. ഓ പിന്നെ എടാ മനസ്സിലാക്കട്ടെ. അതല്ല അങ്ങോട്ട്. അതെന്തത്? വിയറ്റ്നാമിന്റെ ലിറ്റഡേ ഹോളിഡേസിനാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ട്രിപ്പിന്റെ കാര്യമെല്ലാം സംസാരിച്ചേ വിട്ടാലോ? അതിന് വിയറ്റ്നാം ഒക്കെ നല്ല കോസ്റ്റ്ലി ആയിരുന്നു. പക്ഷെ ആ ഇൻക്ലൂഷൻസ് നോക്കിക്കോ, അതിൽ അക്കോമഡേഷൻ ഉണ്ട്, ഫുഡ് ഉണ്ട്, ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് വരെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ വിയറ്റ്നാം ഇന്റർനാഷണൽ ഡെസ്റ്റിനേഷൻ ആണ്. പക്ഷെ അതിന് 3 സിറ്റീസ് ഉണ്ട്. ചിലപ്പോ 3 സിറ്റീസിൽ പോലെ ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കും ഈ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് ഉദ്ദേശിക്കുന്നത്. പിന്നെ വേറെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ടോ? അക്കോമഡേഷൻ 4 സ്റ്റാർ ഹോട്ടലില്ല. അപ്പൊ പിന്നെ നമുക്ക് വിടാം, നമുക്ക് പോവാം. അവള് വന്നല്ലോ. അപ്പൊ കേസ് പോവല്ലേ? നിക്ക് ഞങ്ങളെ ഒരു വിയറ്റ്നാം ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്തു. വിയറ്റ്നാമോ? അപ്പൊ മുകളിലേക്കല്ലേ പോണം. നീ അങ്ങോട്ട് നോക്കിയേ. ലിബ്ഡേ ഹോളിഡേസിന്റെ വിയറ്റ്നാം അലോൺസ്മെന്റ്. ആക്ച്വലി എന്റെ കസിൻസ് ഒക്കെ ഇവരോട് പോയിട്ടുണ്ട്. അടിപൊളി എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്. അവര് സിംഗപ്പൂർ, മലേഷ്യ, തായ്ലൻഡൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് എന്ത് നോക്കാനോ? നമുക്ക് പോകാം. പൈസ ഒക്കെ ഉണ്ടോ വിയറ്റ്നാം? ഓക്കെ, അപ്പൊ ലുലു മോളിലേക്കുള്ള കാശ് കിട്ടിയെങ്കിൽ അങ്ങനെ പോയില്ലേ? വിയറ്റ്നാമൊക്കെ പ്ലാൻ ചെയ്ത ആൾക്കാരല്ലേ? നമുക്ക് ഒരുമിച്ച് പോകാം. ഇവരുടെ